ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമായ ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തുന്നതും അതിൻ്റെ സാക്ഷികളായും പരികർമ്മികളായും നമ്മെ നിലനിർത്തുന്നതും അത് മനസ്സിലാക്കുന്നതും ഭാഗ്യമേറിയ ഒരു അനുഭവമാണ്. കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എത്രമാത്രം ഉൾക്കാഴ്ചകളാണ് നമ്മൾക്ക് ലഭ്യമാകുന്നത്. ലോകത്ത് ഗുരുക്കന്മാരായും ഉപദേഷ്ടാക്കളായും അത്ഭുത പ്രവർത്തകരായും ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും പ്രവർത്തിക്കുന്നവരായും ഒരുപാട് പേരുണ്ടായിട്ടും അതിനെ ഏറ്റുപറയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ്റെ അത്ഭുതങ്ങൾ ഏറ്റുപറയുന്നവരുടെ എണ്ണം, അത് ഉൾക്കൊള്ളുന്നവരുടെ എണ്ണം അനേകമാണ്. അത് എല്ലാവർക്കും ഏത് കാലഘട്ടത്തിലും ഉൾക്കൊള്ളാവുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെ അത്യുന്നതാവസ്ഥയിലെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പോലും കർത്താവ് പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും ഏറ്റുപറയുവാനും അത് പഠിപ്പിക്കുവാനും അത് പഠിക്കാനും നമ്മൾ തയ്യാറാകുന്നത് അതിന് ജീവനും ഓജസ്സുമുള്ള അനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ അത്ഭുതങ്ങളുടെ അനുരണനങ്ങൾ നമ്മളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇന്നും ആസ്വദിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ഒരു ആഹ്വാനവുമായിട്ടാണ്, പ്രതീക്ഷയോടെയാണ് ഇന്നേ ദിവസം ദൈവനാമത്തിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതവുമായി നിങ്ങളെ സമീപിക്കുന്നത്. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദിയ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നുവെന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ മകൻ മരിക്കാറായിരുന്നതുകൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, കുട്ടി മരിക്കുന്നതിന് മുമ്പ് വരേണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകുമ്പോൾ തന്നെ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു വന്ന് മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ കാനാവിൽ വെച്ച് ആദ്യം ചെയ്ത അത്ഭുതം പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതായിരുന്നു. വീണ്ടും കർത്താവ് ഈ കാനായിലേക്ക് കടന്നു വരികയാണ്. ഗലീലയിലെ കാനാവിൽ നമ്മുടെ കർത്താവ് കടന്നു വരുന്നു. കാനാവിൽ വെച്ച് നമ്മുടെ കർത്താവ് രാജഭൃത്യനായ ഒരുവൻ്റെ മകനെ സൗഖ്യമാക്കുന്നു. മരണതുല്യമായ അസുഖം ആ പൈതലിന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവൻ നൊമ്പരത്തോടും ഭാരത്തോടും കൂടി കർത്താവിനെ സമീപിക്കുന്നു. പ്രത്യേകിച്ച് രാജഭൃത്യനെക്കുറിച്ചും അവൻ്റെ മകൻ്റെ സൗഖ്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ മറ്റു ചില പാരമ്പര്യവും പശ്ചാത്തലവും കൂടി വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. കഫർന്നഹൂമിൽ ഗലീലായിലുള്ള കാനാവിൽ വെച്ച് നമ്മുടെ കർത്താവ് കടന്നു വരുമ്പോൾ അവൻ മുൻപ് പ്രവർത്തിച്ച അത്ഭുതങ്ങളെപ്പറ്റി അനേകരറിഞ്ഞു. അവനൊരു പ്രത്യേകമായ സ്ഥാനവും മാനവും തന്നെ ജനങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരുന്നു. കഫർന്നഹൂമിലെ ആ രാജഭൃത്യൻ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അതിന് ചില പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്. രാജഭൃത്യനാകുമ്പോൾ അവന് രാജസന്നിധിയിൽ അധികാര മേഖലയിൽ ചില പ്രത്യേക പദവികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുവൻ്റെ മകന് അസുഖം വരുമ്പോൾ തീർച്ചയായിട്ടും രാജകൊട്ടാരത്തിലെ വൈദ്യന്മാരുടെ ചികിത്സ അവന് കിട്ടിയിട്ടുണ്ട്. രാജകൊട്ടാരത്തിലെ വൈദ്യന്മാരുടെ ചികിത്സയിൽ പോലും സൗഖ്യം കണ്ടെത്തുവാൻ മകന് സാധിക്കുന്നില്ല. ഒരുപാട് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുടെയും ശ്രേഷ്ഠ പദവിയിലുള്ളവരുടെയും ഒക്കെ അനുഭവങ്ങൾ വന്നിട്ട് പോലും സൗഖ്യം കിട്ടാത്തവൻ വലിയ രാജാവിൻ്റെ സന്നിധിയിലേക്ക്, മഹോന്നതൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ഒരു രാജാവിൻ്റെ ഭൃത്യൻ അവൻ ഭൗതികമായ ആശ്രയം വെച്ച ഭൗതിക രാജാവിനേക്കാളും വിശ്വസിച്ച് സ്വർഗരാജാവിൻ്റെ സന്നിധിയിലേക്ക് അവൻ കടന്നു വരുന്നു.
തൻ്റെ മകന് സൗഖ്യം കിട്ടണം. ആ കാനായിലെ പശ്ചാത്തലം നമ്മൾ ഓർത്തോണം. സാധാരണക്കാരും നിസ്സാരന്മാരുമായ ഒരുപാട് ഉള്ള സ്ഥലം, ആഘോഷങ്ങൾക്ക് പേരുകേട്ട സ്ഥലം, നമ്മുടെ കർത്താവിൻ്റെ പിൻഗാമികളും അറിയിപ്പുകാരുമൊക്കെ കടന്നു വന്ന സ്ഥലം. അപ്പം കർത്തൃസ്വരം അനേകം ഉയർന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാന എന്ന് പറയുന്നത്. അനേകരവിടെ വന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എങ്കിലും കാനായിലെ കല്യാണ വിരുന്നും കാനായിലെ രാജഭൃത്യൻ്റെ സൗഖ്യവും തിരുവചനം ഉയർത്തി കാണിക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി ഇതിനെ സമീപിക്കണം. ഇതാ എൻ്റെ കർത്താവ് സൗഖ്യത്തിൻ്റേതായ പുതിയ ഒരു വഴിത്താര ആ രാജഭൃത്യൻ്റെ മകൻ്റെ മേൽ ആനയിക്കുകയാണ്. ആ രാജഭൃത്യന് സന്തോഷം കിട്ടുകയാണ്. അവനേകനായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നെങ്കിൽ അവൻ തിരിച്ചു പോകുമ്പോൾ അവനെ എതിരേൽക്കാൻ തക്കവണ്ണം അവൻ്റെ സഹായികൾ കടന്നു വരുന്നുണ്ട്. നിൻ്റെ മകൻ സൗഖ്യമായിരിക്കുന്നു. കർത്താവ് നിൻ്റെ മകന് സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ നാഴികയിൽ തന്നെ അവന് സൗഖ്യം കിട്ടി. അവൻ സന്തോഷത്തോടെ തിരികെ പോകുന്നു. ആ പശ്ചാത്തലത്തിൻ്റെ ഒരു പൂർണ്ണത നമ്മുടെ ജീവിതത്തിനും ഉണ്ടാകണം. ഇന്ന് നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥനയോടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ രാജഭൃത്യന് തുല്യമായി നമ്മൾ ഓരോരുത്തരും ഓടി വരുന്നുണ്ട്. നമ്മൾ ആശ്രയം കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് വൈദ്യന്മാരൊക്കെയുണ്ട്, ഒരുപാട് പ്രധാനികളുണ്ട്. എന്നാൽ ആ വൈദ്യന്മാർക്കപ്പുറത്തുള്ള ഒരു പ്രത്യേക വൈദ്യനെ കാണുന്നതും തിരിച്ചറിയുന്നതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആമുഖമായിട്ട് എനിക്ക് പശ്ചാത്തലത്തോട് ചേർന്ന് ഓർപ്പിക്കുവാനുള്ളത്, ഭൗതിക രാജാവിൻ്റെ ഭൃത്യനായവൻ മഹോന്നതനായ രാജാവിനെ കണ്ടെത്തിയപ്പോൾ അനുഭവിച്ച തീഷ്ണതയും സൗഖ്യവും സന്തോഷവും സമാധാനവുമൊക്കെ ഈ സൗഖ്യത്തിനും ഈ അത്ഭുത പ്രവൃത്തിക്കും മറ്റൊരു തലവും പ്രത്യേകതയും പകർന്നു കൊടുക്കുന്നു. ആ പകർന്നു കൊടുക്കുന്ന അനുഭവത്തിലൂടെ നമുക്കും യാത്ര ചെയ്യാം. അതെ, നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്ന പണം, പ്രതാപം, ബുദ്ധി, ഭൗതികത ഇവകൾക്കൊക്കെ അപ്പുറമായിട്ട് മറ്റൊരു പദവിയിലുള്ള ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ധീരനായ പടയാളിയായിരുന്നു ആൻറ്റിയാസ്. ആ ആൻറ്റിയാസിന് ഒരിക്കൽ മരണതുല്യമായ മുറിവേറ്റു. അലക്സാണ്ടർ ചക്രവർത്തി അവനെ നേരിട്ട് കണ്ടു. ആൻറ്റിയാസെ, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? ചക്രവർത്തിയോട് ആൻറ്റിയാസ് പറഞ്ഞത്, എനിക്കൊന്നും വേണ്ട, എനിക്കൊരു 3 ദിവസം കൂടി വേണം. എൻ്റെ കുടുംബാംഗങ്ങളെ എനിക്കൊന്ന് കാണണം, അവരോടൊന്ന് സംസാരിക്കണം. ഉടനെ ചക്രവർത്തി പറയുന്നുണ്ട്, അല്ലയോ ആൻറ്റിയാസെ, നിനക്ക് പണമോ പ്രതാപമോ എന്തു വേണമെങ്കിലും നിൻ്റെ കുടുംബത്തെ പുലർത്താനും എനിക്ക് സാധിക്കും. പക്ഷേ നിനക്ക് 3 ദിവസം കൂടി കൽപ്പിച്ചു തരുന്നത് എൻ്റെ അധികാരത്തിൽപ്പെട്ടതല്ല. അതിന് രാജാതിരാജൻ തന്നെ തീരുമാനിക്കണം. ആൻറ്റിയാസ് മരണക്കിടക്കയിൽ പറഞ്ഞത്, അല്ലയോ രാജാവേ, ഞാൻ ഭോഷനായിപ്പോയല്ലോ. എനിക്കൊരു ദിവസം പോലും പകർന്നു തരാൻ കഴിയാത്ത അങ്ങയെ സേവിക്കുന്നതിന് പകരം മഹോന്നതനെ ദൈവത്തെ ഞാൻ സേവിച്ചെങ്കിൽ, ആരാധിച്ചെങ്കിൽ ഞാൻ എത്രയോ ഭാഗ്യവാനായേനെ. ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് രാജഭൃത്യൻ്റെ മകൻ്റെ സൗഖ്യത്തെ നമുക്ക് വിലയിരുത്താം. നമുക്ക് അതിലൂടെ യാത്ര ചെയ്യാം. കാനാവിലെ രാജഭൃത്യൻ കർത്താവിനെ സമീപിച്ച് തൻ്റെ പ്രയാസം പറയുകയാണ്. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്നാണ് കർത്താവിനോട് അപേക്ഷിച്ചത്. അതായത് രാജാവിൻ്റെ ഭൃത്യൻ ഉദ്ദേശിച്ചത് കർത്താവിനെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകണം. കാരണം അധികാരമുള്ള രാജാവിൻ്റെ അധികാരമുള്ള ഭൃത്യനാണ് താൻ. അങ്ങനെയെങ്കിൽ താൻ വിളിച്ചാൽ യേശു തീർച്ചയായിട്ടും വരും. യേശു പല ഭവനത്തിലും പോയിട്ടുണ്ട്. ശീമോൻ്റെ ഭവനത്തിൽ പോയിട്ടുണ്ട്. മറ്റു ശ്രേഷ്ഠരായ പലരുടെയും ഭവനത്തിൽ പോയിട്ടുണ്ട്. സക്കായിയെ പോലെയുള്ളവൻ്റെ ഭവനത്തിൽ പോലും പോയിട്ടുണ്ട്. എന്നാൽ രാജഭൃത്യൻ വിളിച്ചപ്പോൾ അവൻ്റെ ഭവനത്തിലേക്ക് നമ്മുടെ കർത്താവ് പോകുന്നില്ല. മറിച്ച് അവനോട് കർത്താവ് പറയുന്നത്, നിൻ്റെ മകൻ സൗഖ്യമായിരിക്കുന്നു. എന്നിട്ട് വീണ്ടും ഇവിടെ പറയുകയാണ്, യേശു അവനോട് പറയുന്നു, അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടാലല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കാനുള്ള ഒരു മനോഭാവം ആ രാജഭൃത്യനില്ല. കർത്താവെ, പൈതൽ മരിക്കുന്നതിന് മുൻപേ നീ വരണം. അപ്പോൾ അവൻ്റെ ആഗ്രഹം കർത്താവ് എത്രയും പെട്ടെന്ന് വരണം. നമ്മളുടെ മനസ്സിലേക്ക് ആ ചിന്തയൊന്ന്
കടന്നു വന്നേ. ഇവിടെ നമ്മൾ ധ്യാനത്തോടുകൂടി ഓർക്കേണ്ടത്, പ്രാർത്ഥനയോടുകൂടി ഓർക്കേണ്ടത്, മരിപ്പാറായ തൻ്റെ മകൻ്റെ മുഖം കണ്ടുകൊണ്ട് അതിവേദനയോടും നൊമ്പരത്തോടും കൂടി ഓടി വന്ന ഒരു പിതാവിൻ്റെ നെഞ്ചുപൊട്ടിയുള്ള ചില പ്രത്യേകതകളും സമർപ്പണങ്ങളുമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പറഞ്ഞതൊന്നും കേൾക്കാനുള്ള ഒരു മനോഭാവം ഇല്ലാത്ത അതുകൊണ്ടാണ്. നമ്മളുടെയൊക്കെ അനുദിന ജീവിതത്തിലും ഇങ്ങനെയല്ലേ? ചില സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ധൃതിയാണ് നമുക്ക്. കാരണം എന്തുകൊണ്ടാണ് ഓരോരുത്തരും ഇത്രയേറെ ധൃതിയും ടെൻഷനും അനുഭവിക്കുന്നതെന്ന് ചിന്തിക്കണം. ഇവിടെ രാജഭൃത്യൻ തൻ്റെ ഭവനത്തിൽ നിന്നും കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിനെ അതിവേഗതയിൽ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ രഥത്തിൽ കയറ്റി കൊണ്ടുപോകാൻ വെമ്പി വന്നവനാണ്. എന്നാൽ കർത്താവ് അവൻ്റെ രഥവും നോക്കിയില്ല, അവൻ്റെ അനുയായികളെയും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ഒറ്റ മറുപടിയാണ്, അയ്യോ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടാലല്ലാതെ ഇവർ വിശ്വസിക്കത്തില്ലല്ലോ. ഈ പിതാവിനെ പോലെ മനസ്സ് പൊട്ടിയവർ ഒത്തിരി പേരുണ്ട്. തൻ്റെ മകനെ ഇനിയും ജീവനോടെ ഒരിക്കലൂടെ കാണാൻ പറ്റുമോ എന്ന് ആ പിതാവിന് യാതൊരു ഉറപ്പുമില്ല. അതിവേദനപ്പെട്ട് ആ മനുഷ്യൻ ഓടി വന്നിരിക്കുന്നത്. രോഗത്തിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്നവരെ ചികിത്സിക്കുന്ന വ്യക്തിത്വങ്ങൾ, നൊമ്പരപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, ആശുപത്രിയിൽ ക്യാൻസറും ഹൃദ്രോഗവും ഉൾപ്പെടെ മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നവർ, അവരുടെയൊക്കെ മനസ്സിലും ഇതുപോലൊരു മനോഭാവമുണ്ട്, കർത്താവ് വന്ന് സൗഖ്യമാക്കണമെന്ന്. ഈ മനുഷ്യരും കടന്നു വന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ്. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി ഓടും. ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവോ മക്കളോ പ്രിയപ്പെട്ടവരോ ഒക്കെ ആശുപത്രിയിൽ കിടപ്പുണ്ട്, മരണതുല്യമായ അനുഭവത്തിൽ കിടപ്പുണ്ട്, വലിയ ബാധ്യതയിൽ കിടപ്പുണ്ട്. അപ്പം നമ്മൾ നേർച്ച കാഴ്ചകളുമായും പ്രാർത്ഥനകളുമായും നിലവിളിയുമായിട്ടും ഒക്കെ ഓടാറുണ്ട്, നിലവിളിക്കാറുണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, എങ്ങനെങ്കിലും ഒന്ന് സൗഖ്യമാക്കി തരണമേ, എത്രയും പെട്ടെന്ന് നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ, എൻ്റെ കുഞ്ഞ്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ മരിച്ചു പോകും. അസുഖം അതുപോലെ, ക്യാൻസർ അത്രമാത്രം മാരകമായിരിക്കുന്നു, തളർവാദം അത്രമാത്രം മാരകമായിരിക്കുന്നു, ക്ഷീണമായിരിക്കുന്നു. നമ്മളും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി, റേഡിയേഷന് വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മറ്റാശുപത്രികളിലുമൊക്കെ കിടക്കുന്നവർക്കറിയാം, ഈ വചനം കേൾക്കുമ്പോൾ അറിയാം. പ്രിയമുള്ളവരെ, അതുപോലെയുള്ള ഒരു നൊമ്പരം അനുഭവിച്ച പിതാവിൻ്റെ അത്ഭുത സംഭവമാണ്, പിതാവ് നേടിയ സന്തോഷമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മകനെ എടുത്തുകൊണ്ട് വരാനുള്ള ത്രാണി ആ പിതാവിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് വന്നത്. കർത്താവ് പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നില്ല. എങ്കിലും കർത്താവ് ഒരു കാര്യം ചെയ്തു. അവൻ്റെ ഭവനത്തിൽ അവനോടൊപ്പം പോയില്ല എങ്കിൽ തന്നെയും അവനോട് കർത്താവ് പറയുന്നത്, നിനക്ക് പോകുമ്പോൾ തന്നെ സൗഖ്യം കിട്ടും, നിൻ്റെ മകൻ രക്ഷപ്പെടും, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവൻ മറ്റൊന്നും ചോദിച്ചില്ല. അയ്യോ എൻ്റെ മകൻ്റെ രോഗം മാറിയോ എന്ന് ചോദിക്കുന്നില്ല. അവൻ എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നും ചിന്തിച്ചില്ല. ഈ പിതാവിൻ്റെ മനസ്സിലെ ആദ്യം മൊത്തം താൻ തൻ്റെ ഭവനത്തിൽ നിന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന സമയത്തിനുള്ളിൽ മരിച്ചു പോയോ എന്നുള്ള പേടിയാണ് മനസ്സിലുണ്ടായിരുന്നത്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ സൗഖ്യമായിരിക്കുന്നു എന്നൊന്നും പറഞ്ഞില്ല, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഈ സ്വരം കേൾക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഇന്നത്തെ ലോകത്തുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നിലവിളിക്കുമ്പോഴും ദൈവത്തെ വിളിക്കുമ്പോഴുമൊക്കെ നമ്മളുടെ മനസ്സിൽ കടന്നു വരേണ്ട ഒരു വലിയ കാര്യമാണ്, സൗഖ്യം കിട്ടിയെന്നുള്ളതിനേക്കാൾ ഉപരി ജീവിച്ചിരിക്കുന്നു. അതെ, ജീവിച്ചിരിക്കാനുള്ള സൗഖ്യമാണ് ഇന്ന് വേണ്ടതെന്ന് നമ്മളിൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റും? ജീവിച്ചിരിക്കുവാനുള്ള സൗഖ്യം. ഇന്ന് നമ്മൾക്കൊക്കെ എങ്ങനെയാണെങ്കിലും കൊള്ളാം, സൗഖ്യം കിട്ടിയാൽ മാത്രം മതി. ഈ സൗഖ്യം എന്ന് പറയുന്നത് ചിലപ്പം മരിക്കാനുള്ള സൗഖ്യമാകാം, ചിലപ്പം വലിയ വീഴ്ചയിലേക്ക് പോകാനുള്ള സൗഖ്യമാകാം, ചിലപ്പം നശിക്കാനുള്ള സൗഖ്യമാകാം. ഇത് പല രീതിയിലുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലയോ? ചില മനുഷ്യരുണ്ട്, വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടും, മരണതുല്യമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും. പക്ഷേ പിന്നീട് അവർ പോയി തങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് പോയി ചാടുന്നത് മറ്റു വലിയ നാശത്തിലേക്കാണ്. ചിലർക്ക് നഷ്ടങ്ങളൊക്കെ വരും, ദൈവം അവരെ ആ നഷ്ടത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവർക്ക് പിടിച്ചു നിൽക്കാൻ അവസരം കൊടുക്കും. അത് ബിസിനസ്സുകാരാണെങ്കിലും മറ്റുള്ള വ്യക്തിത്വങ്ങളാണെങ്കിലും കർഷകരാണെങ്കിലും ഒക്കെ. പക്ഷേ അവർ പിന്നീട് പോയി ചാടുന്നത് രക്ഷയില്ലാത്ത കയത്തിലേക്കാണ്.
ഇവിടെ കർത്താവ് പറഞ്ഞത്, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അതെ, ജീവിച്ചിരിക്കാനുള്ള ഒരു സൗഖ്യം നമുക്കെല്ലാവർക്കും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഓർത്തോണം, പ്രാർത്ഥിക്കുമ്പം പണമായിട്ട് തന്നെ മറുപടി വേണമെന്ന് നിർബന്ധമില്ല, ഭൗതിക സുഖമായിട്ട് തന്നെ മറുപടി വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ജീവിച്ചിരിക്കാനുള്ള സൗഖ്യത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ദൈവം ഒത്തിരി ദാനം തരും. ആ സമയത്തൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, വെളിവുള്ള ജീവനുള്ള എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിന് പ്രയോജനപ്രദമായ സൗഖ്യം നീ തരണമേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, രക്ഷപ്പെടാൻ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടിയെങ്കിൽ, അതേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ പോലും എൻ്റെ ദൈവം എനിക്ക് ഉത്തരമരുളും. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ പോലും ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടും. അതുതന്നെയാണ് രാജഭൃത്യൻ്റെ മകനോട് എൻ്റെ ജീവനുള്ള കർത്താവ് സാക്ഷിച്ചത്, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ ജീവിച്ചിരിക്കുന്നു എന്ന വാക്ക് കേട്ട് അവൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്, എത്ര പ്രത്യാശയോടു കൂടിയാണ് പോകുന്നത്. മറ്റൊന്നും അവന് ചോദിക്കാനില്ല. ആ വാക്ക് കേട്ടപ്പോൾ കർത്താവ് തൻ്റെ കൂടെ വരണമെന്നുള്ള നിർബന്ധം വിട്ടു. അവൻ ആദ്യം ഓടി കർത്താവിൻ്റെ അടുക്കൽ വന്നത് മരിക്കാൻ പോകുന്ന മകൻ്റെ മുഖം കണ്ട്, വേദന കൊണ്ട് വലയുന്ന ഭീതിപ്പെടുന്ന മകൻ്റെ മുഖം കണ്ട് നിരാശയോടുകൂടിയാണ്. എന്നാൽ ഇപ്പോൾ അവൻ തിരിച്ചു പോകുന്നത് അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ വാക്ക് കേട്ട. അപ്പോൾ അവൻ്റെ മനതാരിൽ അവൻ കാണുന്നുണ്ട്, മരിച്ചു കിടക്കുന്ന തൻ്റെ മകൻ എഴുന്നേറ്റിരിക്കുന്നു, സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പുഞ്ചിരി തൂകുന്നു. ഇതൊക്കെ അവൻ കാണുന്നുണ്ട്. ആ രാജഭൃത്യൻ്റെ മുഖത്ത് ഇതൊക്കെ, അവൻ്റെ മനസ്സിൽ ഇതൊക്കെ നമുക്ക് വായിക്കാം. ഇന്ന് നമ്മളുടെ ജീവിതത്തിലും കർത്താവ് ഓരോരോ അനുഭവങ്ങൾ തരുമ്പോൾ നമ്മളുടെ മുഖത്തും നമ്മളുടെ ഹൃദയത്തിലും ഇതൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കണം. മരിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മളുടെ മുഖത്തിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ചിന്തകൾ പല രീതിയിലുള്ളതാണ്. നിരാശയുടെ അങ്ങേയറ്റത്തുള്ളതാണ്, ദുഃഖത്തിൻ്റെ അങ്ങേയറ്റത്തുള്ളതാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ല പലപ്പോഴും ഉറക്കം വരത്തില്ല. എല്ലാവരെയും സംശയമാണ്, ഏകാന്തത ഇഷ്ടപ്പെടാൻ തോന്നും. ഒത്തിരി പേരും പറയാറുണ്ട്, ഉറങ്ങിയിട്ട് ദിവസങ്ങൾ ഒത്തിരിയായി, ഒന്ന് പുഞ്ചിരിച്ചിട്ട് ദിവസങ്ങൾ ഒത്തിരിയായി, കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് പോലും രുചിയില്ല. ആ ഒരു സാഹചര്യത്തില്ല. കാരണം നമ്മൾ പലപ്പോഴും കാണുന്നത് ഭീതിപ്പെടുത്തുന്ന മരിക്കുവാൻ പോകുന്ന സാഹചര്യങ്ങളെയാണ്, മരിക്കാൻ പോകുന്ന ചുറ്റുപാടുകളെയാണ്. മരിക്കാൻ പോകുന്ന ചുറ്റുപാടുകളിൽ കിടക്കുന്നവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള അരുളപ്പാട് കേൾക്കുമ്പോഴുള്ള സന്തോഷം. അതേ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വഴിത്താരകൾ ഏത് നൊമ്പരത്തിൻ്റേതാണെങ്കിലും നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, നീ രക്ഷപ്പെടത്തില്ലെന്നും നീ നശിച്ചു പോകുമെന്നും മുടിഞ്ഞു പോകുമെന്നും ഒക്കെ ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയട്ടെ. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. കാരണമെന്ന് വെച്ചാൽ കർത്താവ് ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കർത്താവിൻ്റെ തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കേ, അവൻ എന്താ നമ്മളോട് സംസാരിക്കുന്നത്. അതായത് വെണ്ണീറായി പോയവരെ പോലും എഴുന്നേറ്റ് നടപ്പിക്കുന്ന ഒരു ദൈവം, അസ്ഥികളെപ്പോലും ജീവിപ്പിച്ച് അവയ്ക്ക് ജീവൻ കൊടുത്ത് എഴുന്നേറ്റ് നടത്തുന്ന ഒരു ദൈവം. ആ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. രാജഭൃത്യൻ്റെ മകൻ്റെ സൗഖ്യത്തിലൂടെ കർത്താവ് ഓർപ്പിക്കുന്നതും അതുതന്നെയാണ്. ഇവിടെ ഇതാ അവൻ തിരിച്ചു പോകുമ്പോൾ അവൻ്റെ ഒരു ഭൃത്യൻ അവനെ എതിരേറ്റു വന്ന്, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ രാജഭൃത്യൻ പോകുന്നത് വീട്ടിലേക്ക് തന്നെ. എന്നാലും അവൻ വീട്ടിലെത്തുന്നതിന് മുൻപേ ഓടിപ്പോയി തൻ്റെ യജമാനനെ എതിരേറ്റ് ഒരു ദാസൻ പറയുകയാണ്, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവനൊരു കുഴപ്പവുമില്ല, അവൻ മരിച്ചില്ല. എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു മനോഗതം? ഈ യജമാനൻ, രാജാവിൻ്റെ ഭൃത്യൻ വീട്ടിലേക്കല്ലേ വരുന്നത്? വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ? ദുഃഖത്തിൽ കടന്നുപോയവൻ, നിരാശയിൽ കടന്നുപോയവൻ, അവൻ്റെ നൊമ്പരത്തിൻ്റെ ആഴമറിഞ്ഞ അവൻ്റെ സഹഭൃത്യൻ ഓടി വന്ന് പറയുകയാണ്, അല്ലയോ സഹോദര, നീ വിഷമിക്കണ്ട, നിൻ്റെ മോൻ രക്ഷപ്പെട്ടു, അവൻ ജീവിച്ചു. നമ്മളൊക്കെ അതിൻ്റെ പിന്നിലുള്ള ഒരു തലം കൂടി ചിന്തിക്കണം. ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ്. അവരിറങ്ങിപ്പോകുമ്പോൾ വളരെ ദുഃഖത്തോടെ ഇറങ്ങിപ്പോകും. മനുഷ്യൻ്റെ മനസ്സിൽ ഒരു നിമിഷത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു നാഴികയുടെ ഒരു ചെറിയ വിനാഴിക മതി എന്ത് നാശവും എന്ത് ദോഷവും സംഭവിക്കാൻ. ഈ രാജഭൃത്യൻ
ഇറങ്ങിപ്പോയപ്പോൾ ദുഃഖത്തോടെ പോയത് ഈ സഹഭൃത്യൻ കണ്ടു. അവൻ തിരിച്ചു വരുമ്പോൾ ഏത് രീതിയിൽ വരുമെന്നറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു നിമിഷം നേരത്തെയെങ്കിൽ അത്രയും നേരത്തെ ആ സന്തോഷം അറിയിക്കണം. ഈ സമൂഹത്തിൻ്റെ മുൻപിൽ നമുക്ക് ചെയ്യാനുള്ള വലിയൊരു കാര്യം അതാ. ഒരു നിമിഷം നേരത്തെ ചില സന്തോഷങ്ങൾ ചിലരെ അറിയിക്കണം. നമ്മൾക്ക് വലിയ അമാന്തമാണ്. എല്ലാം വരട്ടെ, വന്നിട്ട് കണ്ടറിഞ്ഞുകൊള്ളട്ടെ, എന്നിട്ട് സന്തോഷം അറിഞ്ഞാൽ മതി, ഞാൻ നേരിട്ട് പരവേശപ്പെട്ടു പോയി പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രിയമുള്ളവരെ, ആ ചെറിയ സമയം കൊണ്ടായിരിക്കും ചില ദുർബുദ്ധികൾ ചിലരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ രാജഭൃത്യൻ കർത്താവിൻ്റെ സ്വരം കേട്ട് എന്തുവാണെങ്കിലും കടന്നു വന്നത് സന്തോഷത്തോടെ തന്നെ, നിരാശയോടെയല്ല. എങ്കിലും കർത്താവിനെ കണ്ടതും കർത്താവ് കൽപ്പിച്ചതുമൊന്നും കുടുംബത്തിലുള്ളവരറിയുന്നില്ല. ഇന്ന് നശിക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ഓരോരുത്തരും അവൻ എങ്ങനാകുമെന്ന് നോക്കിയിരിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ, അവൻ രക്ഷപ്പെടുമോ, ഞാൻ ഇച്ചിലൂടെ കഴിഞ്ഞിട്ട് ഇടപെട്ടാൽ മതി. സമ്പത്തുള്ളവർ ചിന്തിക്കണം, ഒരുവനെ നമുക്ക് താങ്ങാനുണ്ടെങ്കിൽ ചെയ്യേണ്ട സമയത്ത് ഉടൻ തന്നെ ചെയ്തോണം. ഇന്ന് ചെയ്യാനുള്ള നന്മ ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മുടെ മുൻപിലൂടെ ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്. ദരിദ്രരായവർ, ആശ്രയമില്ലാത്തവർ, ഇവരെയൊക്കെ ഇന്ന് കരുതാനുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരുന്നതിന് മുൻപ് നമ്മൾ ഓടിച്ചെന്ന് അവരെ കരുതണം. അതുകൊണ്ടാണ് പ്രാർത്ഥനാക്രമത്തിലെ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. വിത്ത് വിതയ്ക്കുന്ന കർഷകൻ നിലമൊരുക്കി അവിടേക്ക് പോയി വിതയ്ക്കുന്നു. ഒരിക്കലും നിലം അവൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല, മറിച്ച് കർഷകൻ നിലത്തിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ആയതുപോലെ നമ്മൾക്ക് നന്മ ചെയ്യാനും പ്രതീക്ഷയോടെ ജീവിക്കാനും ഉള്ള അവസരങ്ങളുള്ളപ്പോൾ, മറ്റുള്ളവരെ കരുതാനുള്ള അവസരമുള്ളപ്പോൾ അവരെ തേടിച്ചെല്ലണം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളാണ്. പലരും പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലാവരും അവരവരുടെ ജീവിത സാഹചര്യവുമായി മുൻപോട്ട് പോകുന്നവരാണ്. തങ്ങളുടെ കുടുംബം, ചുറ്റുപാടുകൾ, തലമുറകൾ, പൂർവികന്മാർ ഒക്കെ ഓർക്കും. ഇന്ന് ദരിദ്രരെന്ന് പറയുന്നവർ, ആശ്രയമില്ലാത്തവർ എന്ന് പറയുന്നവർ വഴിയിലിറങ്ങി നടക്കുന്നവർ മാത്രമല്ല. ചിലർക്ക് വലിയ വീടുകൾ കാണും, മറ്റു ചിലർക്ക് നല്ല പദവികൾ കാണും. അപ്പം നമ്മൾ ഓർക്കും അവർ സന്തുഷ്ടരാണ്. അങ്ങനെയുള്ളവർക്ക് പോലും സഹായം ആവശ്യമുണ്ട്, പിന്തുണ ആവശ്യമുണ്ട്. അത്തരക്കാരെയും തേടിച്ചെല്ലണം, പ്രതീക്ഷയുടെ വാക്ക് കൊടുക്കണം. ചിലപ്പോൾ നമുക്ക് തോന്നും അവർ വലിയ വിദ്യാസമ്പന്നരും ശ്രേഷ്ഠരുമൊക്കെ അല്ലേ, നമ്മൾ പറയുന്ന വാക്കിന് എന്താ വില? ദൈവം അതല്ല പറയുന്നത്. നിൻ്റെ വാക്കിന് അവൻ എന്ത് വില കൽപ്പിക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. നമ്മൾ നാട്ടുമ്പുറത്ത് പറയാറില്ലേ, മഴ പെയ്തു കഴിഞ്ഞു, പക്ഷേ മരം പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെ, മഴ പെയ്തു കഴിഞ്ഞു, പക്ഷേ മരം പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാലും മഴ തോർന്നാലും കുറേ സമയം കൂടി മരച്ചില്ലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ താഴേക്ക് വീണുകൊണ്ടിരിക്കും. ആയതുപോലെ നമ്മളുടെ ചില പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ അനുഭവിച്ച ചില സന്തോഷങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കണം. ഈ രാജഭൃത്യൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഭവനത്തിലേക്ക് പോയപ്പോൾ വളരെ നിർബന്ധത്തോടും വളരെ താല്പര്യത്തോടും കൂടി ഓടി വന്ന ആ സഹഭൃത്യനെ പോലെ നമ്മളും ചില സന്തോഷങ്ങൾ കിട്ടുമ്പോൾ അത് മറച്ചു വയ്ക്കാതെ എത്തിക്കേണ്ട സമയത്തും എത്തിക്കേണ്ട സ്ഥാനത്തും എത്തിക്കണം. നമ്മൾ കേൾക്കാറില്ലേ, ഒരു ഫിസിക്സിൽ ഒരു പ്രത്യേക ടെർമിനോളജി ഉണ്ട്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് അതിനെ പറയുന്നത്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പന്തം അത് കറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കറക്കുന്ന അത്രയും സമയം ഒരു പ്രത്യേകമായ വലയം രൂപപ്പെടുന്നതായിട്ട് തോന്നും, ഒരു തീവലയം രൂപപ്പെടുന്നതായിട്ട് തോന്നും. പ്രത്യേകിച്ച് അങ്ങനെ ഒരു യഥാർത്ഥ വലയമില്ല, പക്ഷേ അങ്ങനെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് കാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ്. ആയതുപോലെ തന്നെ ആകണം പ്രത്യേകിച്ച് ചില അനുഭവങ്ങൾ. ഒരു പന്തമേ കാണത്തുള്ളൂ, പക്ഷേ അല്പമായ അനുഭവങ്ങളെ കാണത്തുള്ളൂ. അതിനെ ഒരു വലിയ വലയമാക്കി തീർത്ത് പ്രതീക്ഷയുടെ ഒരു വലിയ കുളിർമഴയായി പെയ്യ്ക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് സന്തോഷം വരുന്നത്. ആ മനുഷ്യൻ കടന്നു വന്ന് പറയുന്നു, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ രാജഭൃത്യൻ ചോദിക്കുകയാണ്, ഏത് സമയത്താണ് പറഞ്ഞത്? അപ്പോൾ കഴിഞ്ഞ ദിവസം 7 മണിക്ക്. അപ്പോൾ ഒരു നല്ല ദീർഘയാത്ര ചെയ്താണ് ഈ രാജഭൃത്യൻ വരുന്നത്. ആ പറഞ്ഞ സമയവുമായിട്ട് ഈ രാജഭൃത്യൻ തട്ടിച്ചു നോക്കി. അതെ, കർത്താവ് തന്നോട് പറഞ്ഞു നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ സമയത്ത് ആ മകൻ രക്ഷപ്പെട്ടു. ആ സമയത്തിന് പോലും ചില പ്രത്യേകതയുണ്ട്. കർത്താവ് പറഞ്ഞ അതേ സമയത്ത്
ഒരു സെക്കൻഡ് പോലും മാറാതെ. അതേ സമയത്ത് അത്ഭുതം സംഭവിക്കുകയാണ്. അവന് ചോദിക്കാനുള്ള ഒരു മനോഭാവമുണ്ടായി, ഏത് സമയത്താണ് രക്ഷപ്പെട്ടത്, എൻ്റെ മകൻ എങ്ങനെയായിരിക്കുന്നു എന്ന് വളരെ താല്പര്യത്തോടെ ചിന്തിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന മനുഷ്യൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാ, ഏത് സമയത്താണ് അവൻ രക്ഷപ്പെട്ടത്? അപ്പോൾ അവൻ്റെ ഓട്ടത്തിനിടയിൽ ആ സമയം കൂടി ചിന്തിക്കുകയാണ്. താൻ കർത്താവിനെ കണ്ട് കർത്താവിൽ നിന്ന് മറുപടി കിട്ടി പ്രത്യാശയുടെ വാക്ക് കിട്ടിയ അതേ സമയമാണ്. അങ്ങനെ പറയാൻ കാരണം മറ്റുള്ളവരാരും അതിൻ്റെ ഓതൻറ്റിസിറ്റി ഏറ്റെടുക്കണ്ട. എൻ്റെ മകൻ സൗഖ്യമായത് മറ്റ് മരുന്നിനാലോ മന്ത്രത്താലോ ഒന്നുമല്ല, മറ്റാരാലുമല്ല, കർത്താവിനോട് പറഞ്ഞ അതേ സമയം തന്നെയാണ്, കർത്താവിനോട് പറഞ്ഞ വാക്കുകൊണ്ടാണ്. നമ്മൾ എപ്പോഴും അത് ചിന്തിക്കണം. പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടി അത് ചിന്തിക്കണം. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയും നമ്മൾ കാണുന്നത് മകൻ്റെ സൗഖ്യം അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. സൗഖ്യവും വിശ്വാസവും വീണ്ടും ഒരുമിച്ച് കിടക്കുകയാണ്. അവനറിയാം, താനിപ്പോൾ കർത്താവിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഈ വന്ന അസുഖങ്ങളൊക്കെ തൻ്റെ മകന് വീണ്ടും വരാം, കുടുംബത്തിലെ മറ്റൊരംഗത്തിന് വേണമെങ്കിലും വരാം. അവന് പേടിയും വിശ്വാസവും ഒക്കെ ഉണ്ട്. അവൻ്റെ വേദനയും പേടിയും അവനെ വിശ്വാസത്തിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന എൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ആ രാജഭൃത്യൻ്റെ മകനെ സൗഖ്യമാക്കിയ ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ദൈവം ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് അത് സാധിക്കും. നിൻ്റെ സന്താനം ജീവച്ഛവമായോ, നിനക്ക് മക്കളില്ലയോ, അല്ലെങ്കിൽ മന്ദബുദ്ധികളായോ, എന്ത് ചെയ്തിട്ടും രക്ഷപ്പെട്ടിട്ടില്ലയോ, ഓർത്തോണം, എൻ്റെ ദൈവം പറയുന്നു, നിൻ്റെ മകൻ ജീവിച്ചിരിക്കും. ജനിച്ചപ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ കാണും. എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് പലരും പറഞ്ഞു കാണും. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പലരും പറഞ്ഞു കാണും. എന്നാലും ഓർത്തോണം, അവൻ ജീവിച്ചിരുന്ന് ദേശത്തെ അവകാശമാക്കുമെന്ന് പറയുന്ന ഒരു വലിയ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. നിങ്ങളിൽ ചിലരൊക്കെ ജന്മനാ ചില അസുഖങ്ങളുള്ളവരായിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് മക്കളുണ്ടായി കുടുംബജീവിതം നയിക്കാൻ സാധിച്ചു. അതൊരു വലിയ പ്രത്യാശയാണ്, അതൊരു വലിയ സന്തോഷമാണ്, അതൊരു വലിയ സമാധാനമാണ്. ആ സമാധാനവും സന്തോഷവും തരുന്ന കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കണം. അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. മരണക്കിടക്കയിലും വേദനയിലും സന്തോഷം തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, രാജഭൃത്യൻ്റെ മകന് 2000 വർഷത്തിന് മുൻപ് സൗഖ്യം കൊടുത്ത ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ആ സന്തോഷം നമുക്കിപ്പോഴും പ്രതീക്ഷിക്കാം. ആ ദൈവത്തോട് ചേരുവാൻ നമ്മളുടെ മനസ്സിനെ ഉദ്ദീപിപ്പിക്കാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി ഏവരെയും ആ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.